വീരാമോ ആ കുന്ത്രണ്ടോ അടിക്കുന്ന കേട്ടില്ലടി ഒന്ന് എടുത്തേടി നിന്റെ പുന്നാര പോലായിരിക്കും ഒന്ന് എടുത്തേ അവളെന്തി അവളെവിടെ പോയി അപ്പച്ച അമ്മച്ചി ഉച്ച കഴിഞ്ഞ് പള്ളിയിലോട്ട് പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ അങ്ങോട്ട് വരണോ? ഓ എടി കൊച്ചമണിയേ നീ ഇങ്ങോട്ട് വരുന്നോട്ടല്ല അതിനിടയ്ക്ക് എങ്ങനെയാണ് ശ്രീരാമ എങ്ങാനും ഇങ്ങോട്ട് വന്നോണ്ടല്ലോ നിന്റെ പണി തീർത്ത് പറഞ്ഞേക്കാം പറഞ്ഞില്ലെന്ന് വേണ്ട ഇത്രയും ദൂരം നടന്നു വരാൻ ചുമ്മാ അല്ല നിന്റെ അപ്പം നിനക്ക് ശ്രീരാമേന്ന് കേട്ടിട്ടോ എന്തിനാ എപ്പോഴും പള്ളിയിലോട്ട് ഓടി ഓടി പോണേ അവിടെ ഞങ്ങളെ ധ്യാനിപ്പിക്കാൻ പറ്റിയ അച്ഛന്മാരുണ്ടോ നാളെ നമ്മുടെ മോയുടെ വീടിന് ദിവസമല്ലേ പിന്നെ ഓണം വരും. അപ്പൊ പിന്നെ പിള്ളേരെല്ലാരും കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒട്ടും പള്ളിയിലോട്ടൊന്നും കൊണ്ട് ഓടി പോകാൻ പറ്റും. ഹലോ ഈ കുന്തത്തിൽ എനിക്കൊന്നും കേൾക്കാൻ വേണം. നിങ്ങളൊന്ന് നോക്കിക്കേ ആരാ? ഹലോ ഹലോ ആരാ വിളിക്കുന്നേ? ഹലോ അപ്പച്ച ഞാനാ അമേരിക്കയിലെ ടോമിച്ചനാ. ആ എടാ ടോമിച്ചാ മോനെ എന്നാ വിശേഷം? ഹലോ ആ കേൾക്കുന്നില്ല അപ്പച്ച? അമ്മച്ചേക്ക് എന്നെ എടുക്കുന്ന അവിടെ? ഓ എടാ അമ്മച്ചി നീ പറഞ്ഞൊന്നും നിന്റെ അമ്മച്ചി കേട്ടില്ല. അയ്യോ പണ്ടേ പറഞ്ഞാ കേൾക്കത്തില്ലല്ലോ. അല്ല കഴിഞ്ഞ മാസം അമ്മച്ചി ENT ഡോക്ടറെ കാണിച്ചെന്നോ സ്കാൻ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ. ആ സ്കാനൊക്കെ ചെയ്തു. ഞാൻ പറഞ്ഞ ഞാൻ ഡാക്ടറും പറഞ്ഞതാ അവിടെ തലക്കകത്തൊന്നും ഇല്ല. നീ ഒന്നും ഈ പ്രാവശ്യം ഓണത്തിന് വരുന്നില്ല നിന്റെ അമ്മ ചോദിക്കുന്ന കേട്ടില്ലേ? എടാ നീ വരുന്നില്ല ഈ പ്രാവശ്യം? ഇല്ല ചയാ ഈ കൊല്ലം ഞങ്ങൾ അങ്ങ് വരുന്നില്ല. ഷേർലിക്ക് ഇവിടെ ഓണത്തിന് ഡോഗ് ഷോയ്ക്ക് അവിടെ പട്ടിയും കൊണ്ട് പോണത്ര. അതുകൊണ്ട് ഈ കൊല്ലം ഇല്ല. പിന്നെ അവിടെ എന്നാ ഉണ്ട് വിശേഷങ്ങള്? തോമസ് കുട്ടിയും മത്തായിക്കുട്ടിയൊക്കെ എന്തെടുക്കുന്നു? എടാ അവന്മാര് ഹോട്ടലിൽ കൂട്ടിയിട്ട് വന്നില്ല. നീ കുറച്ചുകൂടെ കഴിയുമ്പോൾ വിളിക്കും കേട്ടോ. ശരി. അതല്ല ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ അങ്ങോട്ടേക്ക് ജോസുട്ടിയുടെ പേരിൽ ഒരു പാഴ്സൽ അയച്ചായിരുന്നു. കിട്ടിയായിരുന്നോ? എന്തായാലും അവരൊക്കെ വരുമ്പോ എന്റെ ഹാപ്പി ഓണം ഞങ്ങളുടെ എല്ലാവരുടെയും അത് പറയണേ. ഓക്കെ അപ്പച്ച. അപ്പൊ ഞാൻ പിന്നെ വിളിക്കാം. പറഞ്ഞു നിന്റെ അപ്പൻ കൊച്ചോടെ ഉയർത്തതേറ്റ് വന്നു. അതൊക്കെ എന്നാ രസമായിരുന്നു. പിള്ളേരെല്ലാരും കാലം പോയപ്പോ ഓക്കെ ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്റെ ടോമിച്ചാണ് അത് അമേരിക്കയിൽ വല്ലപ്പോഴും വിളിച്ച് നമ്മളൊക്കെ ന്യൂസിൽ കൊണ്ടുവന്നത് ചോദിക്കുന്നവര് എല്ലാ വർഷവുമായി ഓണത്തിനും ക്രിസ്മസിനും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് വന്ന് ആഘോഷിക്കാം. ഈ പ്രാവശ്യവും തലയുവാനെ നമുക്ക് നമ്മളോട് അവസാനം ഒരു പാർസലുണ്ട്. എന്നാ കുറിച്ച വെയിറ്റാ ആട്ടുകൊള്ള അമ്മിക്കൊള്ളാണോ? ഞാൻ ഇവിടെ വെച്ചേച്ച് പോവാം. തിരിച്ചു വരുമ്പോ ട്രോളി എടുത്തോളാം. അപ്പൊ ഇതിലേക്ക് ഒരു ഒപ്പിട്ടെ. ഇതെന്നാണ് നീ ഈ പട്ടി എരുമേടെ വീട്ടിൽ കിടന്നോട് നീ അപ്രാളം പിടിക്കാതെ അവന്മാര് വരുമ്പോ തുറന്ന് കാണിക്കത്തില്ലയോ? ഇതാണോ നമ്മുടെ ടോമസിനായിട്ടെന്ന് പറഞ്ഞത്? അത് തന്നെയായിരിക്കും. അത് നമുക്ക് പിന്നെ തുറന്ന് കാണിക്കാമെന്നേ. ഇതിപ്പോ പട്ടിയുടെ മുഴുവൻ തേങ്ങ കിട്ടിയ പോലെ ആയല്ലോ. അതിന് നിന്റെ എല്ലാം തന്നത്. നേരം പോയതറിഞ്ഞില്ല. എന്തായാലും രാത്രിയാകുമ്പോ എല്ലാരും വന്ന് കയറുമ്പോ കഴിക്കാനായിട്ടാ കൊച്ചമ്മളി നമ്മുടെ സുന്ദരിക്കോറി വല്ലതും ഉണ്ടാക്കിയാൽ ഞാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ വല്ലതും വേണം? കുടിക്കാൻ നീ കാപ്പി എണ്ണിച്ചിരിക്കോ?
കുരിശ് വരയ്ക്കാ സമയമായില്ലേ? അമ്മമാരെ ഒന്നും കാണുന്നില്ലല്ലോ. എന്നാ താമസിക്കുന്നേ? അവര് ചിലപ്പോ താമസിച്ചേ വരുള്ളായിരിക്കും. നമ്മുടെ കടയിലെ ഗ്രൈൻഡർ, ഹോട്ടലിലെ ഗ്രൈൻഡറിന് എന്തോ കേടാണെന്നോ ഒക്കെ പറയുന്ന കേട്ടായിരുന്നു. ഗ്രൈൻഡറിന് കേടാകാൻ നമ്മുടെ പഴയ ആട്ടുകല്ലില്ലേ, നമ്മൾ രണ്ടും കൂടെ പങ്ക് കുറയെങ്കിൽ ആദ്യമുള്ള എടാ, അത് നമ്മുടെ ടോമിച്ച് അമേരിക്കൻ നയിച്ചൊന്നുമല്ലയോ? ഇതേ ആ UPS കാരനെ ട്രോളിയോടെ വെച്ചു പോയിരിക്കുക. അവൻ തിരിച്ചു വരുമ്പോൾ എടുത്തോണ്ട് പോകാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാ നീ തുറന്നു നോക്ക്. ചേട്ടാ തുറന്നു നോക്കാം. ഒന്ന് തുറന്നു നോക്കണം. ഇദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻ മാനുവലാണല്ലോ. അയ്യോ, ഇതിനകത്ത് നമ്മുടെ തോമിച്ചാന്റെ ഒരു കത്ത് ഉണ്ടല്ലേ? അപ്പച്ച, അമ്മച്ചി, ചേട്ടന്മാരെ, ചേട്ടത്തിമാരെ, ഇത് ഞാന് ഇവിടെ ചുളിന് മസാലയിലെ സ്പെഷ്യൽ പ്രോഗ്രാം. എന്റെ ചേട്ടാ, കണ്ണും പോലും കാണാൻ വയ്യ. നാസയിലെ സ്പേസ് പ്രോഗ്രാം തീർന്നപ്പോ കിട്ടിയ ഒരു റോബോട്ടാണ്. ചുളു വിലക്ക് കിട്ടിയപ്പോ ഞാൻ മേടിച്ചു. ഇനി നാട്ടിലേക്ക് അയക്കുകയത്. നിങ്ങൾക്ക് ഇതിനെ കൊണ്ട് എന്നാ പണി വേണേൽ ചെയ്യിക്കാം കേട്ടോ. പിന്നെ അതിന്റെ ഇൻസ്ട്രക്ഷൻ മാനിലൊക്കെ കൊടുത്ത് വെക്കുന്നുണ്ട്. അത് വായിച്ചിട്ട് നല്ല പോലെ അത് വർക്ക് ചെയ്യുക. ഗുഡ് ലക്ക്, ഹാപ്പി ഓണം. ഗുഡ് ലക്ക് പറഞ്ഞ അവന്റെ ഫിസിക്ക് അമേരിക്ക ചെന്നിട്ട് അവന്റെ ഫിസിക്ക് മാറിയില്ലെന്ന് തോന്നുന്നു. എങ്ങാണ്ടും പണ്ട് തന്നെ ആക്കി നോക്കുന്ന ആളുകളുടെ ഇഷ്ടമായിരുന്നല്ലോ. ചേട്ടായി നോക്കാം. ഇതെന്നാ ഇതിന്റെ കൈയാണ്. നമുക്ക് ഇങ്ങനെ പുറത്തെടുത്ത് വെക്കാം. ഇച്ചിരി അപ്പുറത്തോട് നീക്കിയേക്കാം. ചേട്ടാ ഇങ്ങനെ വെച്ചിട്ട് വരാം. നാസാന്ന് ചേട്ടായി പറഞ്ഞില്ലായിരുന്നത് നാസയെന്നാണ്. അതാണ് നിന്ന് കേട്ടോ. ചേട്ടാ അത് നോക്കിക്കേ. നിന്ന് കേട്ടോ. ഇത് വർക്ക് ചെയ്യാൻ മിക്കവാറും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ എല്ലാം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ജോസൂട്ടി നീ വലിയ മുടി കണക്കിയാ സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ആവൂല. അങ്ങനെ തോന്നുന്നു. ഓക്കെ, അത് കൈയൊക്കെ പൊക്കി നിന്നോട്ടോ. ഞാൻ കാല് പൊക്കി. കാല് ഓ എന്റെ പതുക്കെ കാല് പറഞ്ഞു പോലും. എല്ലാം ഓട്ടോമാറ്റിക്കാണ് കേട്ടോ. ഒരു സെക്കൻഡ്. പക്ഷെ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ നീ അവിടെ പിടിച്ച് താത്ത്. ചേട്ടൻ അവിടെ നിന്ന് പിടിച്ചേ. പ്രശ്നമാണ് ഇത് മുഖ്യം തുടങ്ങി. പിന്നെ ഓ ഞാനൊരു കാര്യം ചെയ്യാം. നീ കയറി ഇപ്പം കാണിക്കാം. ഇനി ചേട്ടൻ കൊണ്ടല്ലോ. ഞാനേ
അതെ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ശരിയാകും. നമുക്ക് ഇങ്ങനെ എഴുന്നേപ്പിച്ചു അത് തന്നെ. കാല് 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 പുറം പോയി. പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. നല്ല റോബോട്ടാ. ഇംഗ്ലീഷ് പറയണതേ ഉള്ളൂ. അല്ല ചേട്ടാ ഞാനൊരു കാര്യം ഓർക്കായിരുന്നു. നമുക്കേ നീ വല്ല സ്ഥിരം മണ്ടത്തിൽ എഴുതുന്നത് ചേട്ടാ മണ്ടത്തിലൊന്നും പറയണ്ട. വേറെ വല്ലൊക്കെ നല്ല വല്ലതും പറ. ചേട്ടാ ഞാൻ പറഞ്ഞ കേക്ക്. നമ്മളുടെ ഹോട്ടലിലെ ഗ്രൈൻഡർ അടിച്ചു പോയല്ലോ. അത് പോയിട്ട് 1-2 ദിവസമായില്ല. ബാക്കിയുള്ള ആട്ടി ആട്ടി മടുത്തു. ഒരാഴ്ച എടുക്കുമല്ലോ. ഒരാഴ്ചയെങ്കിലും എടുക്കും. അതെ ഞാൻ പറഞ്ഞ എന്നാന്നറിയാമോ, ഇനിയിപ്പോ നമുക്ക് ഒരാഴ്ചയെങ്കിലും എടുക്കും. തോമിച്ചാൻ എഴുതിയേ നമുക്ക് ഇവനെ കൊണ്ട് ഏത് പണിയും വരെ ചെയ്യിപ്പിക്കാന്നായിരുന്നു. അതിന് നമുക്ക് ഇവനെ കൊണ്ട് ഗ്രൈൻഡറിന്റെ പണി എടുപ്പിക്കാം. എന്ന് വെച്ചാൽ ആട്ടുമല്ലോ. അരി ആട്ടാണ് ഇതിനെ കൊണ്ടോ? അമേരിക്കയിലാണോ റോബോട്ടിനെ കൊണ്ട് അരി ആട്ടാണോ? ചേട്ടാ അത് നമ്മളെ കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ഇവൻ അതെല്ലാം നമ്മളെ ഫോളോ ചെയ്യും. ഇവന് നേരത്തെ പരിചയമുണ്ടോ? എന്റെ ചേട്ടാ അവര് നാസയിൽ ഇങ്ങനെ ഇഡ്ലി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത്. നാസയിൽ ഇഡ്ലി ചമ്മന്തി ഉണ്ടാക്കുമോ? പിന്നെ അല്ലാതെ റോബോട്ടിനെ ഒപ്പിച്ചത് ചേട്ടൻ അറിഞ്ഞിട്ട് റോബോട്ടിനെ കൊണ്ടാണോ ഉണ്ടാക്കുന്നത്? അല്ലാതെ അങ്ങനെയെങ്കിൽ അങ്ങനെ നന്നാ കാര്യമില്ലല്ലോ. നമുക്ക് ഇവനെ പഠിപ്പിച്ചെടുക്കാം. കാണിച്ചു കൊടുത്താൽ മാത്രം മതിയല്ലോ. എന്റെ വയറൊക്കെ എടുത്ത് കുത്ത് വല്ല ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോക്കട്ടെ. പറഞ്ഞിട്ട് വേണ്ടായിരുന്നു. ഈ ചേട്ടാ എനിക്ക് കൈ പിടിച്ചേ. ഇതെന്നതാ? നീ അതിന്റെ ബട്ടൺ നീക്കി കാണില്ല. നേരെ ഒന്ന് പിടിച്ചേ. ഒന്ന് നോക്കട്ടെ. ഇതൊരു പണിയാവുന്ന ലക്ഷണമാണോടാ? നമുക്ക് പണിയാവും. നമുക്ക് പണിയാ എന്തായാലും. കൈ നിവർന്ന് കിട്ടി. നീ എന്നാ ചെയ്യുന്ന? ഈ കൈ അടുപ്പിക്കണം. 1 2 3. ബട്ടൺ ചെക്കടാ. ഇങ്ങനെ എന്നാലും കാര്യം നടക്കില്ല. കാണിച്ചു കൊടുക്കണ്ടേടാ. കാണിച്ചു കൊടുക്കണം. നമുക്ക് അതെന്ത് ചെയ്യും? അപ്പൊ അവന്റെ കയ്യിലോട്ട് കൊടുത്ത് മിസ്റ്റർ നാസ ഹോൾഡ് 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 ക്യാച്ച് ക്യാച്ച്. മതിയല്ലോ. ബട്ടൺ ചെക്ക. അയ്യോ ദൈവമേ. ബട്ടൺ ചെക്കടാ. ഇല്ല ശരിക്കുള്ള ബട്ടൺ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നാ നീ ഒരു കാര്യം ചെയ്യേ. നീ എന്റെ മെയിൻ സ്വിച്ച് ഓൺ ചെയ്തോ കേട്ടോ. ഞാനിവിടെ വന്നോളാം. അതാ ബട്ടൺ. അത് ഓൺ ചെയ്താൽ മതി. നീ ധൈര്യമായിട്ട് പോയി ഓൺ ചെയ്യടാ. അത് ചെയ്യണോ? ആ റെഡ് ബട്ടൺ ചെയ്തോ. ചെയ്തോട്ടെ. പുറയിലാണ് ഇത് നാട്ടുന്നത്. ചുറ്റി മടങ്ങിയ പെട്ടിക്കാതെ വേണം. സത്യമായിട്ട് വേണ്ട, നമുക്കൊന്നും വേണ്ട.
അയ്യോ 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 ഓ ഓ അങ്ങനെ എന്നെ പെട്ടിയിലാക്കിയോ? അയ്യോ ആക്കി എടുത്തേ. ഓ എടാ UPS പോലെ നീ വേഗം വന്ന് നീ വന്നത് നന്നായി. ഈ കൃത്യസമയത്ത് ഈ അനവരാധി ഉണ്ടല്ലോ എവിടെ നന്ദി അയച്ചൊന്ന് അങ്ങോട്ടൊന്ന് കയറ്റി വിട്ടത് ഞങ്ങൾ സമാധാനമായിട്ട്. അയ്യോ കയറ്റിക്കൊടുക്കോടാ. അയ്യോ സമാധാനമായി.